രവി തേലത്ത് എന്തുകൊണ്ടായിരിക്കും ഈ മലബാറിൽ മാത്രം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു അവഗണന ഉണ്ടാവുന്നത്? അത് തുടർച്ചയായിട്ടുണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഓരോ തവണ വരുമ്പോഴും മാർജിനൽ ഇൻക്രീസ് കൊടുത്തുകൊണ്ട് ഒരു തട്ടിപ്പ് നടത്തി ഈ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ശാശ്വത പരിഹാരം വേണ്ടേ ഇതിനകത്ത്? മലപ്പുറം ജില്ലയിലെ +1 സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ അധ്യയന വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ അധ്യയന വർഷവും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾപ്പെട്ട മതസംഘടനകളുമെല്ലാം നിരന്തരമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ വലിയ സമരങ്ങൾക്ക് DD ഓഫീസിന് മുന്നിലും നടത്തിക്കൊണ്ടുള്ള ചരിത്രം മലപ്പുറത്തിനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട മതസംഘടന എന്ന് പറഞ്ഞതിലൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പം ഞാനത് നിങ്ങൾ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇനി തോണ്ടാൻ നിൽക്കണ്ട. SKSSF-ഉം SSF-ഉം രണ്ട് സർക്കാരിൻ്റെ കാലത്തും മാറി മാറി ഈ വിഷയത്തിൽ സമരം നടത്തിയ ചരിത്രം മലപ്പുറത്തിനുണ്ട്. സാറൊന്ന് ഫയലൊന്ന് പരിശോധിച്ചാൽ മതി, താങ്കൾ മനസ്സിലാവും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥി സംഘടനകളാണ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷനും SKSSF-ഉം സംഘടന അറിയാലോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാനത് വിവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് +1 സീറ്റിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ലഭ്യമാക്കുന്നതിൽ തുടർച്ചയായി കേരളത്തിലുണ്ടായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ ശശികുമാർജി സൂചിപ്പിച്ച കണക്ക് എന്താ കണക്കെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ, UDF-നെ പ്രതി സൂചിപ്പിച്ചപ്പോൾ വന്നിട്ടുണ്ട്. നവാസ് സൂചിപ്പിച്ചപ്പോൾ SSLC-ക്ക് ഇത്തവണ ജയിച്ച ആളുകളുടെ എണ്ണം 79,730 ഹയർ സെക്കൻഡറി സീറ്റ് 52,600 ഇപ്പോൾ ഉള്ളത്. അതായത് കഴിഞ്ഞ 30% കൂടുന്ന അടക്കം വരുന്നത്. VHSE 2,790, ITI 1,124, പോളിടെക്നിക്ക് 1,360. ഇങ്ങനെ 57,874 സീറ്റാണ് ഉണ്ടാവുക. അപ്പോൾ കുറവ് വരുന്നത് സ്വാഭാവികമായിട്ടും 21,856 സീറ്റ് അവിടെ കുറവാണ്. എങ്ങനെ? ടെക്നിക്കൽ സ്റ്റഡീസിൽ ഉൾപ്പെടെയുള്ള ഓപ്ഷൻ VHS ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ അൺഎയ്ഡഡിൻ്റെ സംഖ്യ, ഏത് അൺഎയ്ഡഡിൻ്റെ സംഖ്യയാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മളെ കണക്ക് പ്രകാരം, സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 11,275 സീറ്റേ അൺഎയ്ഡഡിലുള്ളൂ. അതുകൂടി കൂട്ടിയാൽ പോലും ആകെ 69,149 എൻ്റെ കണക്ക്. ഓക്കെ, അപ്പോഴും 10,581 സീറ്റുകളില്ല. ശശികുമാർ നോക്കൂ, രവി പറഞ്ഞ ഈ കണക്കിനുള്ള മറുപടി ഒന്ന് വേണം. ചോദിച്ചു അപ്പൊ ഈ കണക്കുകളല്ലേ യഥാർത്ഥത്തിലുള്ള ശരി? അങ്ങ് പറഞ്ഞ കണക്ക് ഏത് കണക്കാണ്? മൈക്സ് ഇത് കൂടാതെ ഒരു കാര്യം കൂടെ, അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ കൂടി വെക്കാം. ഇത് കൂടാതെ ഇനി CBSE ഫലം പുറത്തു വരാനിരിക്കും, ICSI വരാനിരിക്കുകയാണ്. വിദേശത്ത് പഠിച്ചിട്ടുള്ള പല മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗൾഫ് കൺട്രീസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ കൂടി +1 +2 ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ വീണ്ടും സീറ്റ് വരികയാണ്. എന്നിട്ട് എന്ത് കണക്കാണ് ശശികുമാർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി.